സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനുമൊക്കെ നമ്മുടെ അമ്മമാർ നമുക്കെപ്പോഴും ഒരു മുതൽക്കൂട്ടാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുന്നു. അമ്മ ഈ ലോകത്തിലില്ല, പക്ഷേ ജീവിതത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 5 മക്കളാണ്, എനിക്കൊരു പെങ്ങളും ഞങ്ങൾ 4 ആണുങ്ങൾ, ഞങ്ങൾ 5 പേര് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ത്യാഗത്തിൻ്റെ വലിയ ഒരു ബലം അതിൻ്റെ പുറകിലുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അമ്മമാർ അവർ ചെയ്യുന്ന അവരുടെ ത്യാഗം, അവർ ചെയ്യുന്ന പ്രവൃത്തി മാത്രം അല്ല, അവരുടെ ത്യാഗം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തുമാത്രം ത്യാഗങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ നിമിഷം ഓർക്കുകയാണ്. ഒരു അമ്മ ഒരു കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലെ ഓരോ മക്കളെയും ഓരോ വ്യക്തികളെയും സ്നേഹത്തിൽ നിങ്ങൾ ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: Blessed is the home in which the elderly are cared. Blessed is the family that honors the grandparents. കുടുംബത്തിൽ സ്വന്തം മാതാപിതാക്കളെ, വളരെ പ്രത്യേകിച്ച് വല്യപ്പന്മാരെയും വല്യമ്മച്ചിമാരെയും ഒക്കെ അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട പരിപാലനം നൽകുകയും ചെയ്യുന്ന കുടുംബം എപ്പോഴും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമായിരിക്കും എന്ന് ഫ്രാൻസിസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ കുടുംബത്തിലും ഞാൻ പറഞ്ഞതുപോലെ ത്യാഗം, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വലിയൊരു വെളിച്ചം നൽകുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അമ്മച്ചിമാരാണ്. ഇല്ല, എല്ലാ ദിവസവും നിങ്ങൾ ഇപ്പോഴും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ ചെറുപ്പത്തിലൊക്കെ എണീക്കുമ്പോൾ അപ്പനും അമ്മയും 2 കൈയിലും കൊന്ത പിടിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ ഒരു പിക്ചർ അന്നൊന്നും ചോദിച്ചിട്ടില്ല. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അന്ന് അപ്പനമ്മയോട് ചോദിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് മുതിർന്ന് കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ കുറച്ചൊക്കെ ചോദിക്കാൻ, അന്ന് ആർക്ക് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചതൊക്കെ പിന്നീട് ഞാൻ അപ്പച്ചനോട് അമ്മച്ചിയോട് ചോദിച്ചവരോട് പറഞ്ഞു, മറ്റാർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കൊന്ത ചൊല്ലി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ് നിങ്ങളെല്ലാവരും, ഒരു സംശയവും ഇല്ല, ഇല്ലേ? എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ബലമാണ്, ഒരു കുടുംബത്തിന് വലിയ ബലമാണ്. മക്കൾ എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും ദൂരദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും മക്കൾക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന അമ്മമാരുള്ള ഭവനം അനുഗ്രഹപ്രദമായ ഭവനമാണ്. അത് നമ്മുടെ ആന്റോക്യൽ ഫൊറേനയുടെ കീഴിലുള്ള മാതൃസംഘത്തിലെ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ചേർന്ന് നിൽക്കുന്ന വലിയൊരു ഗ്രൂപ്പ് നമുക്കുണ്ട്. എനിക്കിത് കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായി. നമ്മുടെ മാതൃസംഘത്തിന്റെ പ്രസിഡന്റും ഒക്കെ വളരെ സ്തുത്യമായിട്ട്, വളരെ സേവനനിരതരായിട്ട്, വളരെ ആക്റ്റീവായിട്ട് ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒത്തിരി ആശകൾ ഇവരൊക്കെ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടുകൂടി സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പരിപാലനയും പ്രാർത്ഥനയും ത്യാഗവും നമ്മുടെയൊക്കെ കുടുംബത്തിന്
എപ്പോഴും ഒരു അനുഗ്രഹമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും അരിസ്റ്റോട്ടലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വലിയ ഫിലോസഫറായ അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മുതിർന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വിസ്ഡം. നമുക്കറിയാം, അറിവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? അറിവ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വേണമെന്ന് പോലെ കിട്ടും. പക്ഷേ വിസ്ഡം, നോളജ് അല്ല, വിസ്ഡം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ഈ ജ്ഞാനം നല്ലതേത് ചീത്തയെന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ്. വളരെ തോറും നമുക്ക് ഈ ജ്ഞാനം നമ്മുടെ കൂടെ വളരുകയാണ്. നിങ്ങളിൽ ഒരുപാട് ജ്ഞാനമുണ്ട്. അറിവ് മാത്രമല്ല, എങ്ങനെ ജീവിക്കണം, ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാവരെയും ചേർത്ത് നിർത്തണം, ഇതെല്ലാം അറിവിൽ നിന്ന് ലഭിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എവിടുന്ന? നമുക്ക് കിട്ടുന്നത് ജ്ഞാനത്തിൽ നിന്നാണ്. ഈ ഒരു വലിയ ജ്ഞാനം വലിയൊരു മുതൽക്കൂട്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനോടെയുണ്ട്. ഈ ജ്ഞാനത്തില് ഈ വലിയൊരു മുതൽക്കൂട്ട് നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സമയം ഇവിടെ ആശംസിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. അൽഫോൻസമ്മമാരൊക്കെ ഇവിടെ കാണുമല്ലോ. ഇത്ര അൽഫോൻസമ്മമാരുണ്ട് ഇവിടെ. അൽഫോൻസമ്മമാരുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിഷയം പോകെ കൊടുത്ത് വിഷയം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. പ്രസിഡന്റ് ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. വെരി ഗുഡ്. സോ എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മളെ